അപ്പോൾ നാട്ടിൽ നിന്ന് നഴ്സിങ്ങിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ വന്നിട്ടുള്ള സ്റ്റുഡൻറ്റിനെ നമ്മൾ മീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അഭിജിത്ത് എൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഞാൻ വീണ്ടും ഇവർക്ക് വേണ്ടിയിട്ട് ചോദിക്കുക, നാട്ടിലെവിടെയാണ്? പാലക്കാട് ജില്ല, പാലക്കാട് മണ്ണാർക്കാട് എടക്കുറിശി. അപ്പൊ എന്റെ അടുത്ത് വരുന്നതിന്റെ മുന്നേ കുറെ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ. അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ മൊത്തത്തില്? എനിക്ക് കംഫർട്ടബിൾ ആണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷെ അതിനെക്കാര്യം ഒന്നും കൂടെ എനിക്ക് എഫക്റ്റീവായി തോന്നി. ഞാൻ ഫസ്റ്റ് വിചാരിച്ച ജോർജിയ പറഞ്ഞപ്പോൾ ഒരു ചെറിയ കൺട്രി ആയിരിക്കും കാര്യങ്ങൾ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എനിക്ക് കംഫർട്ടാണ് ആ ഒരു രീതിക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പൊ നമുക്ക് അഭിജിത്തിന്റെ റൂമും കാര്യങ്ങളൊക്കെ. റൂമിൽ 2 ഷെയറിംഗ് ആയിട്ടാണ് ഉള്ളത്. അക്കോമഡേഷൻ ഒക്കെ ഹാപ്പിയാണ്. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് എത്ര വർഷം പഠിച്ചിട്ടുണ്ടാവും? 1 year കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. B2 കഴിഞ്ഞതാണ്. പക്ഷെ അതിന് ഫ്യൂച്ചർ അതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ കൺട്രി നോക്കാൻ വിചാരിച്ചു. ഇവിടെ വന്ന് നഴ്സിംഗ് പഠിച്ച് ഇവിടെ നഴ്സിംഗ് ജോർജിയയില് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഫീസും കുറവാണ്. പിന്നെ ഒത്തിരി മലയാളികളുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിലാണ് നഴ്സിംഗ് പഠിക്കുന്നത് അല്ലേ? കമ്പാരിറ്റീവ്ലി കമ്മിയാണ്. പിന്നെ എന്റെ ക്ലാസ് സ്റ്റുഡൻസ് സെഷൻ 35ഓളം മലയാളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ നഴ്സിംഗ് ഇൻട്രൊഡക്ഷൻ നഴ്സിംഗ് ക്ലാസ്സിന് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കൂടെ നമുക്ക് എന്താ വെച്ചാൽ കമ്മ്യൂണിക്കേഷനും ഈസി ആവും, നമുക്ക് ആൾക്കാരായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഓക്കെ ആവും. ആ രീതിക്ക് എനിക്കത് തോന്നിയായിരുന്നു. വിസ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയി. ഒരു 2.5 months എനിക്ക് കാര്യങ്ങളൊക്കെ റെഡി. ഞാൻ ഏകദേശം ഡിസംബർ ലാസ്റ്റോടെ വെക്കുന്നത്. പക്ഷേ ഇവിടെ ലീവ് ആയിരുന്നല്ലോ. പിന്നെ കഴിഞ്ഞപ്പോൾ ക്രിസ്മസ് ലീവ് ആയിരുന്നു. ജനുവരി 7 പിന്നീട്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഏകദേശം മാർച്ച് ലാസ്റ്റോടെ ആകുമ്പോഴേക്കും എനിക്ക് സാധനം കിട്ടി, വിസ കൈ കിട്ടി. April 1 കയറി. ഓക്കെ, ശരി. അപ്പം നാളത്തെ ബസ്. ഓക്കെ, താങ്ക് യു.